യോ ഗൈസ്, അപ്പൊ ഇതാണ് കോളേജ് ഹെവി പാർട്ട് 2. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ട് മൂന്നാറിലേക്ക് പോകുന്ന വരായിരുന്നു പറഞ്ഞു നിർത്തിയത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും ഫുൾ ടയർഡ് ആയിരുന്നു. കാരണം നമ്മൾ രാവിലെ ഒരു ഡാൻസ് കളിക്കുമായിരുന്നു. അതിനുള്ള ഫുഡ് കൂടെ കഴിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി ഉറക്കം വന്നു. ഞങ്ങളെല്ലാവരും ഇച്ചിരി നേരം കിടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പോകുന്ന വഴി നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങളുടെ കാലൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾ വെള്ളമില്ലാത്തൊരു വെള്ളച്ചാട്ടത്തിന്റെ ഇവിടെ ഇറങ്ങി. എന്താ അറിയത്തില്ല ഗൈസ്, അവിടെ വെള്ളമില്ലെങ്കിലും നല്ല കാണാനൊക്കെ അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എളുപ്പം വണ്ടി ചാടി കയറി. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയൽ വിസിറ്റിനാണെങ്കിൽ അവിടെ ടൈം ഉള്ളതുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമിന് അടിച്ചല്ലോ. മൂന്നാറിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക്. നമ്മളങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ റിപ്പിൾ ടീ ഫാക്ടറിയിലാണ് വന്നിരിക്കുന്നത്. ഗൈസ്, ഈ മൂന്നാറിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ പറയണമെന്ന് അറിയത്തില്ല. നല്ല തണുത്ത കാറ്റും നല്ല ചൂട് വെയിലും, അതാണ് ഇവിടുത്തെ അവസ്ഥ. ഗൈസ്, നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അവിടെ ചെന്ന് ഒരു ചോക്കോബാർ വാങ്ങിച്ചു കഴിച്ചു. ഗൈസ്, നമ്മളങ്ങനെ ഫാക്ടറി കയറുന്നതിന് തന്നെ അവരുടെ മേക്കിംഗ് പ്രോസസ് എഴുതി ഒരു കാർഡ് നമുക്ക് തന്നു. ഗൈസ്, നമ്മളങ്ങനെ അകത്തേക്ക് കയറി അവരുടെ മാനുഫാക്ചറിംഗ് പ്രോസസ്സും മേക്കിംഗ് പ്രോസസ്സും ഒക്കെ അവർ കാണിച്ചു തന്നു. ഗൈസ്, അങ്ങനെ അവിടെ നിന്ന് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഐവി കഴിഞ്ഞു. ഗൈസ്, ഇനിയും ടൂറാണ്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ എക്കോ പോയിന്റിലേക്ക് വെച്ച് പിടിച്ച്